നമസ്കാരം. പ്രധാന വാർത്തകൾ. പി.വി. അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ. മുഖ്യമന്ത്രിയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ആരോപണം ഗൌരവതരമെന്ന് രാജ്ഭവൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ.ഡി.ജി.പിക്കുമെതിരെ വീണ്ടും അൻവറിന്റെ ആരോപണ ശരം. RSS കൂടിക്കാഴ്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പി ശശിയും അജിത് കുമാറും ചേർന്ന് പൂഴ്ത്തി. ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ ചതിച്ചു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് പോലീസ് അട്ടിമറിച്ചെന്നും പി.വി. അൻവർ. SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയോട് ആശങ്ക അറിയിച്ച് WCC. സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് വേണം. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ സ്ത്രീകളുടെ പേര് പുറത്തു പോകരുതെന്നും ആവശ്യം. പീഡനക്കേസിൽ സംവിധായകൻ VK പ്രകാശിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി. പാലക്കാട് ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിക്ക് വെട്ടേറ്റു. ആക്രമിച്ചത് പ്രദേശവാസി. പ്രതി ഒളിവിൽ. പാലക്കാട്ടെ നെൽ കർഷകർക്ക് വറുതിയുടെ ഓണം. സപ്ലൈകോയ്ക്ക് നൽകിയ നെല്ലിന്റെ വില കിട്ടിയില്ല. കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ സർക്കാർ. തലസ്ഥാനത്ത് വീണ്ടും കുടിവെള്ളം മുട്ടും. നാളെ ജലവിതരണം മുടങ്ങുമെന്ന് മുന്നറിയിപ്പ്. വഴുതക്കാട്, വലിയശാല, തൈക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തില്ല. നടപടി സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. വാർത്തയിലേക്ക് വിശദമായി. എ.ഡി.ജി.പി MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമായിരിക്കെ ഇടതുമുന്നണിയുടെ നിർണായക യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, നിർണായകമായ യോഗമാണ്. കടുത്ത എതിർപ്പ് CPIക്ക് ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയായിരിക്കും ഈ വിഷയം യോഗത്തിൽ ഉയർന്നു വരിക? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, CPIക്ക് മാത്രമല്ല RJDക്ക് കടുത്ത എതിർപ്പുണ്ട്. യോഗത്തിൽ കയറുന്നതിന് മുമ്പ് RJDയുടെ നേതാവ് വർഗീസ് ജോർജ് അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു, വ്യക്തമാക്കുകയും ചെയ്തു. അതായത് അജിത് കുമാറിനെ മാറ്റണം, ഇക്കാര്യം മുന്നണി യോഗത്തിൽ ആവശ്യപ്പെടും. അതായത് MR അജിത് കുമാറിനെ മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന കടുത്ത നിലപാട് ഇടതുമുന്നണി രണ്ട് ഘടകകക്ഷികൾ പരസ്യമായി സ്വീകരിക്കുകയാണ്. അതൊന്ന് CPI ആണ്. CPI നേരത്തെ CPI നേതൃത്വത്തെ ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോടും അദ്ദേഹം ആ കാര്യം പറയും. എന്തിനാണ് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിരന്തരം ഇങ്ങനെ RS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതറിയാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് CPIയുടെ നിലപാട്. RJDയുടെ വർഗീസ് ജോർജും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അവർ വാർത്താക്കുറിപ്പിലൂടെ നേരത്തെ അജിത് കുമാറിനെ മാറ്റണം, വലിയ സംശയം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് AK സെന്ററിൽ വെച്ച് കാണുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച അതേ കാര്യമാണ്. ഇക്കാര്യം മുന്നണി യോഗത്തിന് ആവശ്യപ്പെടും. CPMനും സമാനമായ നിലപാടാണ്. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ വളരെ വ്യക്തമായി തന്നെ തനിക്ക് അക്കാര്യത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. CPMന്റെ മറ്റ് നേതാക്കൾക്കും ആ വിഷയത്തിൽ കടുത്ത നിലപാടാണ്. MR അജിത് കുമാറിനെ സംരക്ഷിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രിയെ ഇടതുമുന്നണി യോഗം അറിയിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി എങ്ങനെ അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കും? എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന കാര്യം എങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ന്യായീകരിക്കും? അത് മുന്നണി ഘടകകക്ഷികളെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെ അക്കാര്യം ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി കഴിയുമോ എന്നാണ് അറിയേണ്ടത്. നിർണായകമായ യോഗമാണ് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ, ഇവിടെ അജിത് കുമാർ അവധിയിലേക്ക് പോയി. അത് പിന്നീട് ഒരു നടപടിയിൽ കലാശിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ആ അവധി അപേക്ഷ പിൻവലിച്ചിരിക്കുകയാണ്. നടപടികളൊന്നുമില്ല എന്ന തോന്നലാണ് ആ അവധി പിൻവലിച്ചതിലൂടെ വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഈ മുന്നണിക്കുള്ളിലൊക്കെ ഉയരുന്ന എതിർ സ്വരങ്ങളൊന്നും തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. തന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്നൊരു തോന്നൽ പൊതുവെ അത് ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെ മുന്നണിക്കുള്ളിൽ ഘടകകക്ഷികൾ ഈ വിഷയം കൊണ്ടുവരുമോ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. ഘടകകക്ഷി ശക്തമായി തന്നെ വിഷയം മുന്നണി യോഗത്തിൽ ഉന്നയിച്ചേക്കും. അത് ആ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. CPIയും RJD ഉറപ്പായും വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മറ്റു പാർട്ടികളും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അജിത് കുമാർ സംസ്ഥാന സർക്കാരിനെ ഭരണമുന്നണിക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു, അവരെ
വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. RSS നേതാക്കളുമായി നിരന്തര കൂടിക്കാഴ്ച 3 തവണയാണ് അദ്ദേഹം കണ്ടുവെന്ന് പറയുന്നത്. അതെന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് പ്രതിപക്ഷം അത് മുഖ്യമന്ത്രിയുടെ ദൂതുമായി അജിത് കുമാർ RS നേതാക്കളെ കണ്ടു എന്ന തരത്തിലാണ് വിമർശിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഈ RSS ബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രതിപക്ഷത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരിക്കലും RSനെ പ്രീണിപ്പിക്കാൻ തങ്ങൾ തയ്യാറായിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇന്നലെ അദ്ദേഹം ഈ അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് നിശബ്ദനാവുകയായിരുന്നു. അജിത് കുമാർ നടപടിയാവേണമെന്ന ആവശ്യത്തെ അദ്ദേഹം കാര്യമായി പ്രതിപാദിക്കാതെ പോവുകയായിരുന്നു. അതാണ് ഇനി അറിയേണ്ടത്. അത് അദ്ദേഹം അതേ നിലപാട് മുന്നണി യോഗത്തിലും തുടരുമോ? മുഖ്യമന്ത്രി സ്വാഭാവികമായും പറയാൻ പോകുന്ന ഒരു ന്യായം അദ്ദേഹത്തിനെതിരെ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ മുന്നണി യോഗം സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് പുരോഗമിക്കുന്നത്. ഇതിനിടെ ഗവർണറുടെ ഇടപെടൽ കൂടി വിഷയത്തിൽ വന്നിരിക്കുന്നത് സർക്കാരിന് ഇതിനെ കൂടുതൽ പരിഗണനയിലാക്കുകയാണ്. മുഖ്യമന്ത്രിയോടാണ് ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിലനിൽക്കുന്നു. PV അൻവറിൻ്റെ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്ന ആരോപണങ്ങൾ, അത് സുപ്രീം കോടതി ഇതിലടക്കം ലംഘനമാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷി MLA തന്നെ ഉന്നയിച്ചിരിക്കുന്നു. അതിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്താണ് അതിന് വസ്തുത എന്ന കാര്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ടായി ചോദിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് നിർണായകമായ യോഗം ചേരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരുമ്പോഴേക്ക് അരുണിലേക്ക് തിരിച്ചെത്താം. വിവാദങ്ങൾക്കിടെ P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ വീണ്ടും രംഗത്തെത്തി. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് PV അൻവർ ആരോപിച്ചു. അതിന് പിന്നിൽ P ശശിയും അജിത് കുമാറുമാണ്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അത് തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമെന്നും PV അൻവർ പ്രതികരിച്ചു. RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ നിറയുന്നത്. നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എന്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. രേവതി, ബീന പോൾ, റിമ കല്ലിങ്കൽ, ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ 3 കാര്യങ്ങൾ WCC ആവശ്യപ്പെട്ടു. നിലവിലെ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ WCC അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു തരത്തിലും മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ പുറത്തു പോകരുതെന്നും ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യവും WCC ഓർമ്മിപ്പിച്ചു. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. പാലക്കാട് ലൈംഗിക അതിക്രമം തടഞ്ഞ യുവതിക്ക് വെട്ടേറ്റു. യുവതിയെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശവാസി സൈമൺ ഒളിവിലാണ്. പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയം തലയോലപ്പറമ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. മിഠായിക്കുന്നത്ത് സ്വദേശി സതീഷിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കോഴിക്കൂട്ടിൽ കയറിയ പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങിയതിനു ശേഷം കൂട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പെരുമ്പാമ്പിനെ പുറത്തെടുത്തത്.
അതേ കോഴിനെയും കക്കി ഇറക്കണ്. ആണോ? ഇത് തിന്നിയല്ലേ? ഇത്രയേ ഉള്ളോ? അതിട്ട് കക്കി കളയും. ഇനി പോകാൻ തലസ്ഥാനത്ത് വീണ്ടും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് നിയന്ത്രണം. വഴുതക്കാട് ഉദാര ശിരോമണി റോഡ്, പാലോട്ടുകോണം, CSM നഗർ, ശിശുവിഹാർ ലൈൻ, കോട്ടൺ ഹിൽ, ഇടപ്പഴഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൽത്തറ, മേട്ടുക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുകയും പഴയ ബ്രാഞ്ച് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. തിരുവനന്തപുരത്തെ കുഴിവിള അരശുംമൂട് റോഡിലൂടെ യാത്ര ചെയ്താൽ യാത്രക്കാരുടെ നടുമുടിയും. പലവട്ടം നാട്ടുകാർ പ്രതിഷേധിച്ചു. അപകടങ്ങളും പതിവാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരായ അമ്മയും മകനും റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റതാണ് ഒടുവിലത്തെ സംഭവം. കുഴിവിള അരശുമൂട് റോഡിന്റെ അവസ്ഥയാണിത്. 8 വർഷമായി നാട്ടുകാരുടെ ദുരിതം തുടങ്ങിയിട്ട്. സീവേജ് പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ ദിവസം ഇതുവഴി സഞ്ചരിച്ച അമ്മയും മകനും കുഴിയിൽ വീണ് പരിക്കേറ്റതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഞാനേ കൊച്ചിനെയും കൊണ്ട് വരെയായിരുന്നു. അപ്പൊ അതുവഴി വന്നപ്പോ അവിടെ വെള്ളക്കെട്ടാണെന്ന് എവിടെയാണെന്ന് കണ്ടില്ലായിരുന്നു. ആ വെള്ളക്കെട്ടിൽ വന്നപ്പോ അങ്ങ് വീണ് ഞാനും മോളും കൂടെ. അങ്ങനെ പിന്നെ പണിക്കാരെല്ലാരും കൂടെ വന്നാണ് കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ. കാല് വാഹനത്തിൽ പോയിട്ട് കാൽനട പോലും ഇവിടെ സാധ്യമല്ല. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഉണ്ടായിരുന്ന സർവീസ് KSRTC നിർത്തി. സഹികെട്ട് 100 കണക്കിന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. ടെക്നോ പാർക്ക് ഫേസ് 3 കടന്നുപോകുന്ന പാത കൂടിയാണിത്. റോഡിന് എന്ന് ശാപമോക്ഷം ലഭിക്കുമെന്ന് ചോദിക്കുകയാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. അദ്ദേഹം പുനലൂർ ഓണം ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. ഒക്ടോബർ 13 വരെ നഗരസഭാ സ്റ്റേഡിയത്തിലാണ് ഫെസ്റ്റ്. TB ജംഗ്ഷനിൽ നിന്നും നഗരസഭാ സ്റ്റേഡിയം വരെ തൃശൂർ പുലികളി സംഘത്തിന്റെ പുലികളി അരങ്ങേറി. വിപണന സ്റ്റാളുകൾ, കലാസന്ധ്യ തുടങ്ങിയവയും പ്രത്യേകതയാണ്. കാസർഗോഡ് കരിന്തളം പാറയിൽ തിരുവോണത്തിന്റെ വരവറിയിച്ച് കാക്കപ്പൂക്കളുടെ നീലവസന്തം. കറുത്ത പാറയാകെ നീല നിറമാണ് ഇപ്പോൾ. പൊന്നിൻ ചിങ്ങത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയുടെ നിറമാർന്ന കാഴ്ചയാണ് കരിന്തളം തോളേനിയിലെ പാറയ്ക്കിപ്പോൾ. ഏക്കറുകൾ ദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന പാറയാകെ കാക്കപ്പൂക്കളുടെ മനോഹാരിതയാൽ സമൃദ്ധമായിട്ട് ആഴ്ചകളായി. പാറപ്പുറത്തേക്ക് നോക്കുമ്പോൾ നീലവിരിയിച്ച വർണ്ണക്കാഴ്ചകളാണ്. നിറയെ പൂക്കളുണ്ടെങ്കിലും ഇവ ഇറുത്തെടുക്കാനായി കുട്ടികൾ ആരും തന്നെ ഇവിടെ എത്താറില്ല. എന്നാൽ അത്തം പിറന്ന് തിരുവോണത്തിലേക്ക് അടുക്കുമ്പോൾ കൂട്ടത്തോടെ വിരിഞ്ഞ് കരിന്തളം പാറയെ നീലയണിയിക്കുന്ന കാക്കപ്പൂക്കളുടെ വർണ്ണ മനോഹാരിതയ്ക്ക് മുടക്കമില്ല. കുന്നും മലകളും യന്ത്രക്കൈകൾ ഇടിച്ചു നിരത്തുന്ന ഈ കാലത്ത് പ്രകൃതി തിരുവോണത്തെ വരവേൽക്കുന്ന അസുലഭ കാഴ്ച കൂടിയാണിത്. യൂട്ടിക്കുലറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൂവ് ഇത്രയധികം പൂത്തുനിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണിവിടം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൂക്കൾ കുറവാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാരണം. ന്യൂസ് 18 കാസർഗോഡ്. ഓണമായതോടെ നാടാകെ പൂപ്പാടങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. നിരവധി പേരുടെ അധ്വാനമുണ്ട് ഇതിനു പിന്നിൽ.
പച്ചക്കറി കൃഷി നടത്തുന്ന ഇടുക്കി നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ജമന്തി കൃഷി നടത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും വിത്തെത്തിച്ച് ഗ്രോ ബാഗുകളിലാക്കി 400 ചെടികൾ പരിപാലിച്ചു. ഓരോ ചെടിയിലും നിറയെ പൂക്കളാണ്. ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ മറ്റ് കൃഷികൾക്കൊപ്പം ഇത്തവണ പൂക്കൃഷി ഇറക്കിയവരുമുണ്ട്. ഹൈബ്രിഡ് വിത്തെത്തിച്ചാണ് മിക്കവരും കൃഷി ഇറക്കിയത്. താരതമ്യേന വലുപ്പം കൂടിയ പൂക്കളായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ഇടുക്കിയുടെ മലമടക്കുകളിൽ വിരിയുന്ന ജമന്തിപ്പൂക്കൾ മനോഹര കാഴ്ചയാണ്. എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ്. നല്ല മുഴുത്ത പൂവാണ്. ഏകദേശം ഒരു ചെടിയിൽ തന്നെ ഒരു 300 ഗ്രാമോളം ഉള്ള 30 ഗ്രാമോളം ഉള്ള ചെടി പൂവുണ്ട് ഇതിനകത്ത്. പാലക്കാട് വിളയൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഓണവിപണി ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ പ്രവർത്തകർ പൂക്കൃഷി ഇറക്കിയത്. ഓണക്കാലമായാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂവിനെ ആശ്രയിക്കാതെ തദ്ദേശീയമായി വളർത്തിയ പൂക്കൾ വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം. പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷി തുടങ്ങുകയായിരുന്നു കുടുംബശ്രീ പ്രവർത്തകർ. അമ്പാടിക്കുന്നിലെ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. 1 ഏക്കറിലായിരുന്നു കൃഷി. കപ്പ കൃഷി ചെയ്ത സ്ഥലത്ത് പൂക്കൾ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂരിലെ ബിനീഷും കുടുംബവും. 4 വർഷത്തോളമായി കപ്പ കൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇത്തവണ പതിവിന് വിപരീതമായി പൂക്കൃഷി നടത്തിയത്. 30 സെന്റ് സ്ഥലത്ത് 2300ഓളം ചെടികൾ വളർന്നു. ചെണ്ടുമല്ലി കൂടാതെ റംബൂട്ടാൻ, കൈതച്ചക്ക, റബ്ബർ എന്നിവയും ബിനീഷ് വളർത്തുന്നുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വെന്തിപ്പൂ ഉണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ചൂട് കൂടുതലാണ്, കാലാവസ്ഥ മോശമാണ് എന്നൊക്കെ. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതാണ്. ഏതായാലും തമിഴ്നാട്ടിലേക്കാളും ലാഭകരമായി നമ്മുടെ നാട്ടിലും വെന്തി സുലഭമായി ഉണ്ടാകുമെന്ന് എനിക്കിതിലൂടെ തെളിയിക്കാൻ പറ്റി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട്ടെ നെൽകർഷകർക്ക് ഇത്തവണ വറുതിയുടെ ഓണമാണ്. സപ്ലൈകോയ്ക്ക് നൽകിയ നെല്ലിന്റെ വില ലഭിക്കാതെ ഏറെ പ്രതിസന്ധിയിലാണ് കർഷകർ. 1ാം വിള നെല്ലിന്റെ വിലയെങ്കിലും ഓണത്തിന് ലഭിക്കണമെന്ന കർഷകരുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചിട്ടില്ല. 2023-2024 സാമ്പത്തിക വർഷത്തിൽ 1ാം വിളയായി നെല്ല് സംഭരിച്ച വകയിൽ പാലക്കാട്ടെ കർഷകർക്ക് 1.5 കോടിയോളം രൂപ ലഭിക്കാനുണ്ട്. 2ാം വിള നെല്ല് സംഭരിച്ച വകയിൽ 1ാം വിളയേക്കാൾ ഇരട്ടിയോളം തുകയും കർഷകർക്ക് ലഭിക്കേണ്ടതുണ്ട്. സംഭരണ വില നൽകാൻ സപ്ലൈകോ തയ്യാറാവാത്തതാണ് ഓണക്കാലത്ത് നെൽകർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. സംഭരിക്കുന്ന നെല്ലിന്റെ വില ബാങ്ക് വഴി കർഷകർക്ക് വായ്പയായാണ് നൽകിയിരുന്നത്. ഇതിനെതിരെ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചു. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള മുഴുവൻ തുകയും 2 മാസത്തിനകം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ കോടതി ഉത്തരവ് വന്ന് 6 മാസമായിട്ടും കർഷകർക്ക് സംഭരണ വില ലഭ്യമായിട്ടില്ല. വലിയ ദുരിതമാണ് ഈ പ്രാവശ്യം ഓണത്തിന് ഉണ്ടാവുക. കഴിഞ്ഞ 2ാം വിളയുടെ ഒരുപാട് ആളുകൾക്ക് പൈസ കിട്ടാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ 23-24 സാമ്പത്തിക വർഷം 1ാം വിളയുടെ പലർക്കും കിട്ടാൻ ബാക്കിയുണ്ട്. ഈ പൈസ കിട്ടാതെ എങ്ങനെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുക? ഞങ്ങൾക്കിപ്പോൾ ധാരാളം ചിലവുള്ള സമയമാണ്. കൊയ്ത്ത് ഇപ്പോൾ ആയിട്ടില്ല. ആയാൽ തന്നെ ഇത് തന്നെയാണ് സ്ഥിതി. കഴിഞ്ഞതിനും അതിന് മുമ്പിലത്തെ സീസണിലും കൊടുത്തുള്ള പൈസ ഇപ്പോഴും സർക്കാർ തന്നിട്ടില്ല. സർക്കാർ പറയുന്നത് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ കടക്കണിയിലായിട്ട് ദുരിതത്തിലാകുന്ന കർഷകർ വീണ്ടും നെല്ല് കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. സർക്കാർ ഫണ്ട് നൽകാത്തതിനാലാണ് സംഭരണ വില നൽകാനാവാത്തതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം. ഓണക്കാലത്തു പോലും കർഷകരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ഓണാഘോഷ പരിപാടികൾക്കായി സമാഹരിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ. 1 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സാലറി ചലഞ്ചിൽ നൽകിയ തുകയ്ക്ക് പുറമെയാണ് ഇത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുഷമ്മ മന്ത്രി വീണ ജോർജിന് ഫണ്ട് കൈമാറി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ആ തുക വയനാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒരു കൂട്ടം സ്റ്റാഫുകൾ. ഇന്ന് അവരാണ് നമ്മളൊപ്പം ചേരുന്നത്. ആശുപത്രി സൂപ്രണ്ടും ഒപ്പം PTA സെക്രട്ടറി അടക്കം നമ്മളോടൊപ്പം, സ്റ്റാഫ് സെക്രട്ടറി അടക്കം നമ്മളോടൊപ്പം ഉണ്ട്.
മാഡം ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അങ്ങനെയാണോ? കാരണം വയനാട് ദുരന്തം നമ്മളെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഒരുപാട് ഫാമിലി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ഒറ്റ ഒരു രാത്രി കൊണ്ട് മാറിപ്പോയൊരു അവസ്ഥ. ഇത് ആർക്കും എപ്പോഴും സംഭവിക്കാം, എപ്പോൾ വേണേലും സംഭവിക്കാമെന്നുള്ള ഒരു അങ്ങനെ ഒരു തോന്നൽ. എല്ലാ വർഷവും ഓണാഘോഷം നമ്മൾ മോശമല്ലാത്ത രീതിയിൽ തന്നെ നടത്തുന്നതാണ്. ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷവും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആഘോഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കുകയും അതിനായിട്ട് ചെലവിടുന്ന ഒരു പൈസ, ആ ഒരു പൈസ സ്വരൂപിച്ച് അവിടെയുള്ള കുറച്ച് ഫാമിലിക്കാണെങ്കിലും 1-2 ഫാമിലിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്നൊരു തോന്നൽ. അത് പക്ഷേ ആ തോന്നൽ എനിക്കുണ്ടായത് നമ്മുടെ തന്നെ എല്ലാ സ്റ്റാഫിൻ്റെയും ഒരു അവരിൽ നിന്നാണ് ആലോചന വന്നത്. നമ്മുടെ സ്റ്റാഫ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ചർച്ച വരികയും അത് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു തീരുമാനമായിട്ട് എടുക്കുകയുമാണ് ഉണ്ടായത്. എത്ര പേരാണ് ഇതിന് തുക നമ്മൾ സമാഹരിച്ച് എത്ര ആണ് നമ്മൾ അതിന് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്? എണ്ണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിൽ ഒരു 500-ൽ താഴെ സ്റ്റാഫുണ്ട്. മൊത്തത്തിൽ എല്ലാ കാറ്റഗറിയും എടുത്തു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെ PTS ഉൾപ്പെടെ വരുന്ന എല്ലാ കാറ്റഗറിയും എടുത്താൽ 500-ൽ താഴെ വരും. അതിൽ ഒരുവിധം നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ വർഷവും ഇവിടെ അത്തപ്പൂക്കളിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു കാര്യം ഒരു മനുഷ്യൻ തന്നെ ഉദ്ദേശിച്ചാണോ? അതെ, മനുഷ്യ നന്മ തന്നെ ഉദ്ദേശിച്ചാണ് അത്. ആഘോഷം അന്ന് ആഘോഷിച്ചപ്പം കുറേ കളിച്ച് ചിരിച്ച് ഡാൻസ് ചെയ്ത് അതങ്ങ് തീരും. അപ്പോൾ അതിനെ പിന്നീട് ഓർത്തിരിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ പല രീതിയിലും നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സാലറി ചലഞ്ചായിട്ടും മറ്റ് പല സംഘടനകൾ വഴിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലൊരു ചെറിയൊരു തുക ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു തുക അത്രമാത്രമാണ്. തുക എങ്ങനെ മന്ത്രിക്ക് നേരിട്ട് കൊടുക്കുമായിരുന്നു? എങ്ങനെയാണ് കൈമാറിയത്? അതെ, മന്ത്രിക്ക് ഒരു ചെക്കായിട്ടാണ് നമ്മൾ കൊടുത്തത്. സ്റ്റാഫ് കൗൺസിലിൻ്റെ അക്കൗണ്ട് ഉണ്ട് നമുക്ക്. ആ അക്കൗണ്ടിൽ നിന്ന് ചെക്കായിട്ടാണ് കൈമാറിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി രാവിലെ എത്താമെന്ന് പറഞ്ഞിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു നാട്ടിൽ. അങ്ങനെ ഞങ്ങൾ ആറന്മുള പോയി. അവിടെ ഞങ്ങളെല്ലാവരും പോയിട്ട് അവിടെ നിന്നാണ് കൈമാറിയത്. വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ സ്റ്റാഫുകൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവരുടെ ഓണാഘോഷം മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു നല്ല പ്രവൃത്തിയിൽ അവർ പങ്കാളികളായത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5565 രൂപ, പവന് 44,520 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.